നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശ്രീനിവാസന് വിട നൽകി സിനിമാ ലോകവും മലയാളികളും. തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. ചിതയിൽ കടലാസും പേനയും സമർപ്പിച്ച് യാത്രാമൊഴി. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. 5 പതിറ്റാണ്ടിനിടയിൽ മലയാളികൾക്ക് സമ്മാനിച്ചത് 200ഓളം സിനിമകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ UDF. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടൽ. സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കും. നാളെ കൊച്ചിയിൽ UDF യോഗം ചേരും. മണ്ഡലങ്ങളെ 3ആയി തിരിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ നീക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കും നഗരസഭാ കോർപ്പറേഷനുകളിലേക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 20,000-ഓളം അംഗങ്ങൾ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് UDF കൗൺസിലർമാർ. ശരണം വിളിച്ച് തിരുവനന്തപുരം കുന്നുകുഴി വാർഡ് കൗൺസിലർ മേരി പുഷ്പം. BJP കൗൺസിലർമാരായ അഡ്വക്കേറ്റ് VV രാജേഷും R ശ്രീലേഖയും സത്യപ്രതിജ്ഞ ചെയ്തു. ശബരിമല വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തിരിച്ചടി. സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി ഹൈക്കോടതി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിനായില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും പങ്ക് വെളിപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് SIT. 2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ UDF. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കും. നാളെ കൊച്ചിയിൽ UDF യോഗം ചേരും. മണ്ഡലങ്ങളെ 3ആയി തിരിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയാനാണ് UDFന്റെ നീക്കം. വിവരങ്ങളുമായി ആദർശ് മുക്കട ചേരുന്നുണ്ട്. ആദർശ്, ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ മുന്നിൽ തന്നെ നിൽക്കുകയാണ് UDF. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയതുപോലെ തന്നെ നേരത്തെ കൂട്ടി തന്നെ ഒരുങ്ങുകയാണ്. തീർച്ചയായും രമ്യ, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൊതുവെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം കോൺഗ്രസിനുള്ളിലെ ഐക്യം തന്നെയാണ്. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാകാറുണ്ട്. കോൺഗ്രസിൽ മാത്രമല്ല, ഒരു മുന്നണി എന്ന രീതിയിലേക്ക് വരുമ്പോൾ UDF മുന്നണിക്കുള്ളിലും വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുക സ്വാഭാവികമായിരുന്നു. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ UDFന് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സാധിച്ചു. സ്വാഭാവികമായും അതിന്റെ ഒരു വലിയ വിജയം UDF നേടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് വളരെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനെ പറ്റി കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് UDFന്റെ ഒരു യോഗം നാളെ കൊച്ചിയിൽ കൂടുന്നത്. ഈ പ്രധാനപ്പെട്ട യോഗത്തിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ആക്കുക എന്നൊരു തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി പണ്ടത്തെ കാലത്തു നിന്ന് ഏറെ വ്യത്യസ്തമായി കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി കണ്ടുവരികയാണ്. സാധാരണ നിലയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നണിയൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതിയിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ UDF ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പ്രതിപക്ഷ നേതാവ് VV സതീശന്റെ ഇടപെടലുകളെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ നിലയിലാണ് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന
സംഘടിപ്പിക്കപ്പെടുന്ന UDF നേതൃയോഗത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം. നമുക്കറിയാം UDF-ൽ ഒട്ടേറെ ഘടകകക്ഷികളുണ്ട്. ഈ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് നൽകുന്നതിനെ പറ്റി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഘടകകക്ഷികൾ മത്സരിക്കുന്ന പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് പലർക്കും തങ്ങളുടെ സീറ്റുകൾ മാറ്റി മറ്റ് സീറ്റുകൾ ലഭിക്കണമെന്നുള്ള താല്പര്യവും ഒക്കെയുണ്ട്. പല സ്ഥലങ്ങളിലും സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ പ്രാദേശിക തലങ്ങളിൽ പോലും ആരംഭിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകൾ ഒരു തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് തിരികൊളുത്തരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും UDF നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിനേക്കാൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുക എന്നൊരു ലക്ഷ്യത്തോടെ കോൺഗ്രസ് UDF ഒരു പഴുതടച്ച രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്കും മറ്റ് ആസൂത്രണങ്ങൾക്കും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾക്കുമുള്ള ഒരു രീതിയിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ കൊച്ചിയിൽ ഒരു യോഗം UDF സംഘടിപ്പിക്കുന്നത്. ഈ നേതൃയോഗത്തിലാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏത് നിലയിലാണ് നേരിടേണ്ടത്, സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഒരു അന്തിമ തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയേക്കാൾ 5.36% വോട്ടാണ് UDF-ന് അധികമായി ലഭിച്ചത്. ഇതൊരു നിസ്സാരമായ കണക്കല്ല. നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തവണ വാർഡ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. വാർഡ് വിഭജനം അടക്കം നടത്തിയത് ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലയിലാണ് എന്നുള്ള നിലയിലൊക്കെ ആക്ഷേപങ്ങൾ UDF-ഉം പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും UDF-ന് വലിയ മേൽക്കോയ്മയുണ്ടായി. ഇടതിന്റെ പല കോട്ടകളും തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. UDF ഇടത് കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ തേരോട്ടം കാഴ്ചവെക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അത്രമേൽ ഒരു തരംഗം സൃഷ്ടിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഒരു നിയമസഭാ പോരാട്ടത്തിന് കേരളത്തിൽ കളമൊരുക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിച്ചു വരിക എന്നത് കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യമാണ്. നിലവിൽ കോൺഗ്രസിനും UDF-നും ഉള്ളിൽ തർക്കങ്ങളില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ സാധാരണ നിലയിൽ ഇടതുമുന്നണിയിലും BJP-യിലും ഒക്കെ കാണുന്ന ഒരു ഒത്തൊരുമ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്, UDF-ലുണ്ട്. മുന്നണികൾക്കിടയിലുള്ള ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അങ്ങനെ ഒട്ടേറെ അനുകൂലമായ ഘടകങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും UDF-നും ഉണ്ട്. ഈ ഘടകങ്ങളടക്കം നാളത്തെ നേതൃയോഗത്തിൽ ചർച്ചയാവും. അതോടൊപ്പം തന്നെ ചില ഘടകകക്ഷികൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പല സീറ്റുകളും വെച്ചുമാറുന്നതിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിലുമൊക്കെ തന്നെ ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് ഘടകകക്ഷികൾക്ക് മറ്റ് ചില സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു സുപ്രധാനമായ തീരുമാനങ്ങൾ നാളെ ഉണ്ടാകും. ഏതായാലും UDF മുന്നണിയെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെ നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളുടെ ആരംഭവും അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ നിലവിൽ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഒരുപക്ഷെ നാളത്തെ UDF നേതൃയോഗത്തിലുണ്ടാകും. നാളത്തെ UDF നേതൃയോഗത്തിൽ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ എല്ലാവരും നാളെ കൊച്ചിയിലെ ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു യോഗമാകും നാളെ രാവിലെ കൊച്ചിയിൽ നടക്കുക. UDF-നെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏത് നിലയിലാണ് തന്ത്രങ്ങൾ മെനയേണ്ടത്, തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലുള്ള വലിയ മേൽക്കോയ്മ UDF-ന് അനുകൂല ഘടകമാണ്. അതോടൊപ്പം തന്നെ ശബരിമല വിഷയം ആളിക്കത്തിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എത്തിക്കേണ്ട ഒരു രീതിയിലേക്കാണ് UDF-ന്റെ പ്രചാരണങ്ങളും മറ്റുമൊക്കെ നടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ അപ്പോഴും എടുത്തു പറയേണ്ടത് UDF-നുള്ളിൽ കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച്, അതായത് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ചുള്ള ഒരു ഐക്യം UDF മുന്നണിക്കുണ്ട്. അതോടൊപ്പം തന്നെ തത്വങ്ങൾ മെനയുന്നതിനുള്ളിൽ കോൺഗ്രസ് മാത്രമല്ലാതെ മറ്റ് ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി അത്തരം കാര്യങ്ങളെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതി കോൺഗ്രസിലുണ്ട്. ഇതൊക്കെ സമീപകാല രാഷ്ട്രീയത്തിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത്തരത്തിൽ ഒരു ഐക്യത്തോടെയാണ് കോൺഗ്രസും UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ, അതായത് ഇടതുമുന്നണിയും BJP-യും സജ്ജമാകുന്നതിനേക്കാൾ വളരെ മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിക്കുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ആലോചിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന നിലയിലുള്ള ചില സർവേകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയതായി നമുക്കറിയാം. അത്തരം സർവേകളുടെ അടക്കം റിസൾട്ടുകൾ പരിശോധിച്ചാകും ഏതൊക്കെ മണ്ഡലം ഏതൊക്കെ നിലയിൽ ആർക്കൊക്കെ നൽകണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വരിക. ഏതായാലും നാളെ രാവിലെയാണ് കൊച്ചിയിൽ UDF-ന്റെ നേതൃയോഗം നടക്കുക. ഈ നേതൃയോഗത്തിലാകും വിവിധ ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് നമുക്കറിയാം പല ജില്ലകളിലും നിലവിലുള്ള ഘടകകക്ഷികളുടെ പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശരി ആദർശ്, തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജി ജോർജ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ കൂട്ടി ഇറങ്ങിയിരുന്നു UDF. പ്രചാരണ തന്ത്രങ്ങളൊക്കെ ഇറക്കി അതിനൊരു ഗുണം കണ്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേരത്തെ തന്നെ കളത്തിലിറങ്ങാൻ UDF തയ്യാറായി നിൽക്കുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക യോഗമൊക്കെ ചേരുന്നുമുണ്ട്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഇവരുടെ ഈ ഒരു മുന്നൊരുക്കത്തിലൊക്കെ? രമ്യ, വളരെ പ്രതീക്ഷയുണ്ട്. കാരണം മുൻപൊന്നും ഇല്ലാത്ത വിധമുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം UDFന്റെ ആത്മവിശ്വാസത്തിന് വളരെയേറെ ബലം നൽകിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും അവരുടെ നേതാക്കന്മാരുടെയും മുന്നണികളുടെ അണികളുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. കാരണം വളരെയേറെ പാഠങ്ങൾ അവരെ പഠിച്ചു കഴിഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. അവർ നടത്തിയതായിട്ടുള്ള പല പുതിയ പരീക്ഷണങ്ങളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്തു എന്ന് നിഷ്പക്ഷനായിട്ടുള്ള ആളുകൾ പോലും കാണുന്നുണ്ട്. UDFന് കുറെ കാലങ്ങളായി ഒരു മന്ദത ഭാവിച്ചിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായി തന്നെ വേണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും അതിന്റെ വിജയത്തെയും കാണുവാൻ. ഇപ്പോൾ UDFും LDFും തമ്മിൽ ഏതാണ്ട് 5% വോട്ടിന്റെ മൊത്തത്തിൽ ഉള്ള വ്യത്യാസമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊന്നും ഒരു വലിയ വ്യത്യാസമായി കാണേണ്ടതില്ല. LDFനെ അങ്ങനെ എഴുതി തള്ളാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും കേരളത്തിലില്ല. പക്ഷേ ഇനിയും പാലിച്ചലുണ്ടാകാതെ വളരെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് മറ്റു പാർട്ടികളുമൊക്കെ നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനിയും ഇവരുടെ മുൻപിലുള്ള പല കാര്യങ്ങളും സൂചിപ്പിച്ചതുപോലെ അത്ര എളുപ്പമുള്ളതല്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റുകളുടെ പങ്കുവയ്പ്പാണ്. അത് 140 സീറ്റുകൾ ഇപ്പോൾ UDF മുന്നണിയിലുള്ള കക്ഷികൾക്ക് പങ്കുവയ്ക്കുമ്പോൾ ചില അപസ്വരങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെയാണ് പഴയകാല ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു ഒരുമ തുടർന്നും ഐക്യജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ കാണിക്കുമെന്ന് നാം കാണേണ്ടതാണ്. ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില സീറ്റുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയൊക്കെ പരസ്പര വിശ്വാസത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി കാര്യങ്ങൾ നീക്കാൻ കഴിയുമെങ്കിൽ ഒരു സുനിശ്ചിതമായി ഇപ്പൊ തന്നെ 80-85 സീറ്റുകളിൽ UDFന് മേൽക്കൈ ഉണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ ഐക്യം അവരെ താഴെ തട്ടിൽ മുതൽ മുകളിലെ തട്ട് വരെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്രമാനുഗതമായി ആ ഒരു മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് പാർട്ടി മീറ്റിംഗിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. തുടർന്നും അവർ വളരെ സജീവമായി ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിച്ചാൽ മതി ശ്രദ്ധ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ആയി ഇനി മേയർ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അതൊക്കെ അതിന്റെ മുറ പോലെ നടന്നോളും. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പൊ കാണേണ്ടത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാട്ടിയ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളെ മുകൾ തട്ടിൽ നിന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. അതൊരു വലിയ മാറ്റമാണ് കോൺഗ്രസിൽ. മറ്റേത് എക്കാലവും സ്ഥാനാർത്ഥികളെ താഴേക്കിടയിലുള്ള പ്രവർത്തകർ പാലിക്കാതെ KPCC നേതൃത്വമോ അല്ലെങ്കിൽ അവിടെ പങ്കുവയ്ക്കലോ ഒക്കെ നടത്തി സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രകൃതം കോൺഗ്രസിനുണ്ടായിരുന്നു. അതിന് വലിയ വില കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പോലും വാർഡ് കമ്മിറ്റികൾ കൂടി അവരുടെ പൊതു അഭിപ്രായം സ്വീകരിക്കുകയും ആവുന്നത്ര ഒരു ഏക മനസ്സോടുകൂടി ഒരു തരത്തിൽ സമവായത്തിലെത്തിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ആ ഒരു തന്ത്രം ഇനിയും തുടരുമെങ്കിൽ പ്രതീക്ഷയ്ക്ക് വളരെയേറെ വകയുണ്ട് UDFന്. അതുകൊണ്ട് ജനങ്ങളുടെ വികാരം, താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ വികാരം കണക്കാക്കുകയും ജില്ലാതലത്തിൽ പരിഗണന കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത് വിജയിക്കുക എന്നതായിരിക്കണം പരമപ്രധാനം. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലോ പങ്കുവയ്ക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുമെങ്കിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും നല്ല സഹകരണമാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സഹകരണത്തിൽ അവരെയും ബഹുമാനിച്ച് അവർക്കും അർഹതപ്പെട്ട സീറ്റുകൾ കൊടുത്ത് ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കേൾക്കുന്നത് 3 മേഖലകളായി തിരിച്ചുകൊണ്ട്
ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം അതിൽ ചുമതല ഏൽപ്പിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസിഡന്റ് ഉണ്ട്, 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാർ ധാരാളമുണ്ട്. മുസ്ലിം ലീഗിനാണെങ്കിലും നല്ല ഒരു സംവിധാനമുണ്ട്. അതുപോലെ മറ്റു പാർട്ടികൾക്കും കേരള കോൺഗ്രസിനും ഒക്കെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമൊക്കെ നന്നായി പ്രവർത്തിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഏകോപനം ഇപ്പോൾ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ലഭിച്ചതായ ഒരു മേൽക്കൈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കുമെന്ന് വേണം കരുതാൻ. പക്ഷേ ഉദാസീനരായി ഇരിക്കാതിരിക്കാനും ഈ നേതാക്കൾ തമ്മിലുള്ള പടലപിണക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാനും ശ്രമിച്ചെങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന വിജയം നേടാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ കേൾക്കുന്നതനുസരിച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, സീറ്റുകൾ പങ്കുവയ്ക്കുക, പ്രവർത്തനം ആരംഭിക്കുക പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് നല്ല സൂചനകളാണ്. എന്തായാലും ആ ഒരു ഒരുമയോടുകൂടി മുന്നോട്ട് പോകുമെങ്കിൽ ഈ UDF-ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു വിജയം നേടാൻ സാധിക്കും എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. തീർച്ചയായും. അതേസമയം തന്നെ ഇത്തവണ പ്രത്യേകം തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. 3ആയി തിരിച്ചൊക്കെ മണ്ഡലങ്ങളെ തിരിച്ചൊക്കെ പ്രത്യേകം തന്ത്രങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും ഫലം കാണുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടിരുന്ന കാര്യം തന്നെയാണ്. അതേസമയം CPM അവരെ മുന്നിൽ കടക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ഏറ്റവും ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യവും. ഇപ്പോൾ CPM അധികാരത്തിൽ വന്നാൽ പോലും അത്ര ആധിപത്യത്തോടെ ഭരിക്കാൻ അവർക്ക് ഇനി സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതല്ല, CPM-നെ നമ്മളെ എഴുതി തള്ളാൻ സാധ്യമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ എഴുതി തള്ളാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അങ്ങനെ എഴുതി തള്ളാനും പാടില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഈ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്താകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആക്കം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആ വിരുദ്ധ വികാരം നല്ല ശക്തിയോടുകൂടെ നിലനിർത്താനായി UDF സാധിക്കണം. അപ്പോൾ അങ്ങനെ സാധിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ പുതിയ തന്ത്രങ്ങൾ വേണ്ടതായിട്ട് വരും. പഴയ കാലത്തുണ്ടായിട്ടുള്ള പോരായ്മകൾ കണ്ടെത്തി നികത്തേണ്ടതായിട്ട് വരും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം. അങ്ങനെ ഉള്ള വിടവുകളെല്ലാം നികത്തിക്കൊണ്ട് ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ശിഥിലമായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഒരു മേൽക്കൈ നേടാനായി സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ്. അവിടെ CPI ഒക്കെ ഒരു പ്രത്യേക നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. CPM-നെ ആ തരത്തിൽ പൂർണ്ണമായി കൈയടിച്ചു കൊടുക്കാൻ CPI-ക്ക് തയ്യാറല്ല. അപ്പൊ CPM-ൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇതുവരെയുള്ള ഏകാധിപത്യ ശൈലികളൊന്നും ഇനി അങ്ങോട്ട് പാർട്ടി അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ CPI-യും ഇപ്പോഴത്തെ ഈ ഒരു ഏകാധിപത്യ പ്രവണതയിലൊന്നും CPM-ന്റെ അപ്രമാദിത്വത്തിലൊന്നും വലിയ താല്പര്യം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. മറ്റേ ചെറിയ കക്ഷികളുടെ കാര്യമൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭ്യന്തര കെട്ടുറപ്പ് തന്നെ സ്വല്പം ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് മുതലെടുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം UDF സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ അവരുടെ യാത്ര കുറച്ചുകൂടെ സുഗമമായിരിക്കും, എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് വളരെ ലാഘവത്തോടുകൂടി ഇതിനെ കാണുന്നത് ബുദ്ധിപരമല്ല, രാഷ്ട്രീയമായി വിവേകവും അല്ല എന്നാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ജി ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ കളത്തിലിറങ്ങാൻ UDF മുന്നിട്ടിറങ്ങുകയാണ്. സീറ്റ് വിഭജനം നേരത്തെ തന്നെ തീർക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. നാളെ UDF യോഗം ചേരുകയാണ്. തീർത്തും UDF-ന് ഒരു നിർണായക യോഗം തന്നെയായിരിക്കും. ഈ ഒരു സീറ്റ് വിഭജനമൊക്കെ ആ ഒരു യോഗത്തിൽ തീരുമാനിക്കും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെയാക്കാൻ കോൺഗ്രസും ഒരുങ്ങി തന്നെ ഇറങ്ങുകയാണ്. മണ്ഡലങ്ങളെ 3ആയി തിരിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള ഒരു പദ്ധതിയുമുണ്ട്. ഉറപ്പായും ജയിക്കുന്ന സീറ്റുകളെയും ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റുകളും അതേസമയം സാധ്യത കുറഞ്ഞ സീറ്റുകളുമൊക്കെ വിഭജിച്ച് അതിനുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങളൊക്കെ മെനയാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് UDF ഉള്ളത്. തീർച്ചയായും നാളത്തെ യോഗം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചയാകുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് വ്യക്തമാവുന്നത്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക.
ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും. ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേരും പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം. അതുല്യ പ്രതിഭ ഇനി ചിരി ഓർമ്മ. ശ്രീനിവാസന് വിട നൽകി നാടും മലയാളികളും. എറണാകുളം തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പ്രമുഖരടക്കം നിരവധി പേരാണ് അവസാനമായി ശ്രീനിവാസനെ കാണാൻ എത്തിയത്. തൃപ്പൂണിത്തുറ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളത്തിന്റെ ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസന്റെ ഭൗതികദേഹം സംസ്കരിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചിതയ്ക്ക് തീകൊളുത്തി. പോലീസിന്റെയും സർക്കാരിന്റെയും ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ഗാർഡ് ഓഫ് ഓണർ നൽകി. രാവിലെ തമിഴ് താരം സൂര്യ, നടൻ പൃഥ്വിരാജ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലും ടൗൺ ഹാളിലും എത്തി അന്ത്യാഞ്ജലി നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ 8:25 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു നടന്റെ അന്ത്യം. ഡയാലിസിസിനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഭാര്യ വിമലയും അടുത്ത ബന്ധുക്കളുമാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ വിവരമറിഞ്ഞ് ചെന്നൈയിലേക്ക് തിരിച്ച മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ ആശുപത്രിയിലെത്തി. കോഴിക്കോട്ടെ സിനിമാ ലൊക്കേഷനിലായിരുന്ന ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസനും വിവരമറിഞ്ഞ് എത്തുകയായിരുന്നു. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചുകാലമായി ശ്രീനിവാസൻ ചികിത്സയിലായിരുന്നു. മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ കണ്ടനാട്ടെ വീട്ടിലേക്കും പൊതുദർശനം നടന്ന ഇടങ്ങളിലും വൻ ജനക്കൂട്ടമാണ് നടനെ അവസാനമായി കാണാനെത്തിയത്. സി മലയാളം ന്യൂസ്, കൊച്ചി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കും നഗരസഭാ കോർപ്പറേഷനിലേക്കുമുള്ള സത്യപ്രതിജ്ഞകളാണ് നടക്കുന്നത്. മുതിർന്ന കൗൺസിലർ KJ ക്ലീറ്റസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു UDF കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. ശരണം വിളിച്ചാണ് തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ വിജയിച്ച കൗൺസിലർ മേരി പുഷ്പം സത്യപ്രതിജ്ഞ ചെയ്തത്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന BJP കൗൺസിലർമാരായ അഡ്വക്കേറ്റ് VV രാജേഷും R ശ്രീലേഖ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ അനുകുമാരി, ജില്ലാ പഞ്ചായത്ത് നവായിക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗം BP മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപവരണാധികാരിയായ ADM വിനീത് TKയും പങ്കെടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് BP മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള നഗരസഭാ കോർപ്പറേഷനിലേക്കൊക്കെയുള്ള സത്യപ്രതിജ്ഞകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
മുതിർന്ന കൗൺസിലർ KJ ക്ലീറ്റസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ UDF കൗൺസിലർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ നടന്നത്. ശരണം വിളിച്ചുകൊണ്ട് തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ വിജയിച്ച കൗൺസിലർ മേരി പുഷ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന BJP കൗൺസിലർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് VV രാജേഷ്, R ശ്രീലേഖ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ. വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട്. രജീഷ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന രണ്ടുപേരും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 100 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ മറ്റൊരു ദിവസം ആയിരിക്കും ആ ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ്. കോർപ്പറേഷൻ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിച്ചിരിക്കുകയാണ്. പ്രധാനമായും മേയർ സ്ഥാനാർത്ഥികൾക്ക് പരിഗണിക്കുന്ന ശ്രീലേഖ IPS, ഒപ്പം കൂടാതെ തന്നെ VV രാജേഷ്, MR ഗോപൻ, കരമന അജിത് തുടങ്ങിയവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി കഴിഞ്ഞിരിക്കുകയാണ്. കരമന അജിത് സംസ്കൃതത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിയത്. കൂടാതെ തന്നെ UDF കൗൺസിലർ സത്യപ്രതിജ്ഞാവാദം ചൊല്ലിക്കൊടുക്കുന്ന UDF കൗൺസിലറുടെ കാൽ തൊട്ട് വന്നിട്ടായിരുന്നു BJP സ്ഥാനാർത്ഥി കരമന സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. CPM കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഇനി UDF കൗൺസിലർമാരുടെ UDF കൗൺസിലർമാർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പലരും ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയുമായാണ് ചെയ്തത്. കൂടാതെ ശരി, രജീഷാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കും അതേസമയം നഗരസഭാ കോർപ്പറേഷനിലേക്കുമുള്ള സത്യപ്രതിജ്ഞകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന കൗൺസിലർ KJ ക്ലീറ്റസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. ശരണം വിളിച്ചുകൊണ്ട് തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ വിജയിച്ച കൗൺസിലർ മേരി പുഷ്പവും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന BJP കൗൺസിലർമാരായ അഡ്വക്കേറ്റ് VV രാജേഷ്, R ശ്രീലേഖ എന്നിവരും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഏറ്റെടുക്കുന്നതിനായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം കേരള ഹൈക്കോടതി റദ്ദാക്കി. വിമാനത്താവളത്തിനായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത്യാവശ്യമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസിൽ ഇത്രയധികം ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതിൽ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് യൂണിറ്റും എക്സ്പേർട്ട് കമ്മിറ്റിയും സർക്കാരും പരാജയപ്പെട്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.